ഏത്തയ്ക്ക തൊലി ചെറുപയർ തോരൻ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: നമ്മൾ ഉപ്പേരിക്കൊക്കെ എടുക്കുന്ന ഏത്തയ്ക്കയുടെ തൊലി ചെറുതായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് 1.5 കപ്പ്, ചെറുപയർ വേവിച്ചത് 1 കപ്പ്, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, മുളക് പൊടി 1/2 ടീസ്പൂൺ. അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ 1 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി 2 അല്ലി, പച്ചമുളക് 2 എണ്ണം. ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം ആവശ്യത്തിന്. നമ്മൾ സ്റ്റൗ കത്തിച്ചൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇടാം. നമുക്കിനി ഇതിലേക്ക് വാഴയ്ക്കയുടെ തൊലിയിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. നന്നായി ഒന്ന് ഇളക്കാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. ഇതിനധികം വേവില്ല. നമുക്കിനി ഇതിലേക്ക് അരപ്പും മുളക് പൊടിയും ചേർക്കാം. നമുക്കിനി മുളക് പൊടിയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇത് കുറച്ച് നേരം അടച്ചു വെക്കാം. അരപ്പൊന്ന് വേവാൻ വേണ്ടി കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർക്കാം. നമുക്കിത് നന്നായി യോജിപ്പിക്കാം. പയർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകും വറ്റൽമുളകും ചേർക്കാം.
ഇതായിട്ടുണ്ട്. നമുക്കിതിന് ഇത് തോരനിലേക്ക് ചേർക്കാം. നമ്മുടെ ഏത്തയ്ക്ക തൊലി ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്.